മലയോരത്ത് ഇഷ്ടം പോലെ പ്ലാവുകളുണ്ട്. ചക്ക സുലഭമാണ്. പഴുത്ത ചക്ക ജനങ്ങൾ കുറെ കഴിച്ചു, പിന്നെ മടുപ്പായി. ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ചക്കകൾ പഴുത്ത് ചീഞ്ഞ് നശിച്ചു തുടങ്ങി. അപ്പോഴാണ് ഇങ്ങേയറ്റത്ത് തീരത്ത് കഴിയുന്ന മനുഷ്യരെക്കുറിച്ച് കിനാലൂർ പാലന്തരക്കാർക്ക് ഓർമ്മ വന്നത്. രാവിലെ തന്നെ 2 വാഹനങ്ങളിലായി ഇറങ്ങി 300ഓളം ചക്കകൾ ശേഖരിച്ചു. കനത്ത മഴയും കാറ്റുമാണ്. പക്ഷേ മലനാട്ടിൽ നിന്നും പ്രിയപ്പെട്ട ചക്കയെത്തിയപ്പോൾ എന്ത് മഴ! കോഴിക്കോട് വെള്ളയിൽ പുതിയ കടവുകാർ ചക്കവരവ് ആഘോഷമാക്കി. ഈ ബീച്ച് ഏരിയയിൽ ഈ പ്രദേശത്ത് പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ടാവുകയും ഞങ്ങളെ നാട്ടിൽ ഇപ്പോൾ ഇത് ഉപയോഗിക്കാതെ വരികയും ചെയ്യാം, വീണടിഞ്ഞു പോവുകയാണ്. അപ്പം ഞങ്ങൾ രാവിലെ 12 ആളുകൾ രാവിലെ 9 മണി മുതൽക്ക് അത് ശേഖരിച്ച് 2 വണ്ടിക്ക് ഏതാണ്ട് 300-ലധികം ചക്ക ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതായിരുന്നാലും ഇത് ഞങ്ങൾക്ക് സന്തോഷമാണ്. ഈ പ്രദേശത്തെത്തിയപ്പോൾ ഇത് സ്വീകരിച്ചു എന്നുള്ള കാര്യത്തിൽ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ നേതൃത്വത്തിലായിരുന്നു ചക്ക എത്തിച്ചത്. ആവശ്യമെങ്കിൽ ഇനിയും തീരപ്രദേശത്തെ ജനങ്ങൾക്കായി ചക്ക കൊണ്ടുവരാൻ ഒരുക്കമാണിവർ. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. മുഹമ്മദ് ഷഹീദാണ് നമ്മുടെ ഉള്ളത്. ഷഹീദ്, ഒരു ചക്ക സീസൺ വരുവാണെങ്കിൽ ആ ചക്കയോടുള്ള ആവേശം ശരിക്കും 2-3 ദിവസമൊക്കെ അങ്ങ് കഴിഞ്ഞു പോകും. അതാണ് എല്ലായിടത്തും കാണുന്നത്. ഈ വീട്ടിലെന്നും ചക്ക മാത്രമേ ഉള്ളൂ എന്ന് ദിവസവും പറയുന്ന എത്ര ആൾക്കാരെ നമുക്കറിയാമല്ലേ. അത് മാത്രമല്ല, ചക്ക പലയിടത്തും വിൽക്കാൻ വെക്കുന്നത് കാണുന്നത് പോലും പുച്ഛിക്കുന്ന പലരുണ്ട്. അവർക്കൊക്കെ ഒരുപക്ഷെ ഇതൊക്കെ ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും അല്ലേ. ചക്കയൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന എത്ര മനുഷ്യരുണ്ട്. അങ്ങനെയുള്ളവർക്കിടയിലേക്കാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. ഇത്ര വലിയ കാര്യമാണോ എന്ന് ചോദിച്ചാൽ അവർക്കുണ്ട്. അതിന് വലിയ സന്തോഷമായി എന്ന് അവർ പോലും പറയുന്നുണ്ട്. അപ്പോൾ ആവശ്യമെങ്കിൽ ഇനിയും കൊണ്ടുകൊടുക്കാൻ റെഡിയാണ്. ചക്ക മലയാളിക്ക് പ്രിയപ്പെട്ട ഒരു നാടൻ ഫലമാണ്, പഴമാണ്, സുലഭമാണ്. നമ്മുടെ നാട്ടുപുറത്തൊക്കെ ഗ്രാമപ്രദേശങ്ങളിലും മലയോരത്തൊക്കെ ഇഷ്ടംപോലെ ചക്കകൾ ഉണ്ടാകാറുണ്ട്. നമ്മൾ ചക്ക പഴുത്ത് കഴിക്കാറുണ്ട്. മറ്റ് പല വിഭവങ്ങളും, ചക്കപ്പുഴുക്ക്, ചക്ക വരട്ടിയത് ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ അതേ സമയം തന്നെയാണ് നഗരപ്രദേശത്ത്, പ്രത്യേകിച്ചും കോഴിക്കോട്ടെയൊക്കെ തീരപ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ചക്ക ഒരു അത്യപൂർവമായ ഒരു ഫലമാണ്. അവർക്ക് കിട്ടാക്കനിയാണ്. വളരെ കൊതിയോടുകൂടി ഒരു കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു ഫലമാണ്. സൂപ്പർ മാർക്കറ്റിലൊക്കെ ലഭ്യമാണ്. പക്ഷേ അത് വില കൂടി പണം കൊടുത്ത് വാങ്ങാനൊന്നും കഴിയാത്ത മനുഷ്യർ കൂടിയുണ്ട് തീരപ്രദേശങ്ങളിലൊക്കെ. അങ്ങനെയാണ് ഈ കിനാലൂരിലുള്ള ആ പ്രദേശവാസികൾക്ക്, മലയോര പ്രദേശമാണ് കിനാലൂർ, ഇങ്ങനെ നശിച്ചു പോകേണ്ടതല്ല. ഈ ചക്കകൾക്കൊക്കെ മറ്റൊരു സ്ഥലത്ത് കുറേ മനുഷ്യർ ഇങ്ങനെ ആഗ്രഹിച്ച് കഴിയുന്നുണ്ട്, ചക്കയ്ക്ക് കൊതിയോടെ കഴിയുന്നുണ്ട് എന്നവർ തിരിച്ചറിയുകയാണ്. അങ്ങനെയാണ് നമ്മൾ ആ സ്റ്റോറിയിൽ നാട്ടുകാർ പറഞ്ഞതുപോലെ വാഹനങ്ങളുമായി ഇറങ്ങി, വീടാന്തരം കയറി ഇറങ്ങി ചക്കകൾ ശേഖരിക്കുകയാണ്. വലിയൊരു പ്രയത്നമായിരുന്നു. 10-12 പേർ അടങ്ങിയ ഒരു സംഘം. അങ്ങനെ 2 വാഹനങ്ങളിലായി 300ഓളം ചക്കകൾ ഈ വെള്ളയിൽ പുതിയ കടവ് പ്രദേശത്ത്, അവിടെ മത്സ്യത്തൊഴിലാളികളൊക്കെ ആണ് അവിടെ കൂടുതൽ താമസിക്കുന്നത്, അവിടേക്ക് എത്തിക്കുകയാണ്. അത് വലിയ സ്വീകാര്യതയാണ് ആളുകൾ നൽകിയത്. വളരെ ഞങ്ങൾ പ്രിയപ്പെട്ട ആ ഫലം ചക്ക, അത് കിട്ടാൻ വേണ്ടി ആളുകൾ, അല്ലെങ്കിൽ അത് വാങ്ങാൻ വേണ്ടി ആളുകൾ നേരിട്ടെത്തിയ ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ വീട്ടിലേക്ക് ചക്കയുമായി മടങ്ങിപ്പോയത് എന്നുള്ളത് തന്നെയാണ്. അതായത് നമ്മൾ സ്വന്തം നാട്ടിലുണ്ടാകുന്ന, അല്ലെങ്കിൽ അവിടെ നിന്നും വെറുതെ നഷ്ടപ്പെട്ടു പോകുന്നൊരു വിഭവം, അതങ്ങനെ അതിന് വിട്ടുകൊടുക്കാതെ, നശിച്ചു പോകാൻ അവസരം കൊടുക്കാതെ മറ്റു മനുഷ്യർക്ക് അത് എത്തിച്ചു നൽകുക എന്നുള്ളൊരു മഹത്തായ പ്രവൃത്തിയാണ് അവർ ചെയ്തിരിക്കുന്നത്.